2024 ഫെബ്രുവരി 29 വടക്കൻ ഗസയിലെ അൽ റാഷിദ് സ്ട്രീറ്റിൽ യുഎന്നിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ വിതരണം നടക്കുകയാണ്. ഒരു വർഷത്തിലേറെ നീണ്ട ഇസ്രായേൽ ഉപരോധത്തിലും നരനായാട്ടിലും കൊടും പട്ടിണിയിലായ ഗസക്കാർക്ക് ആശ്വാസത്തിന്റെ ചെറിയൊരു തിരുനാളം മാത്രമായിരുന്നു അത്. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം തികയുന്ന ഗോതമ്പ് പൊടിയോ ധാന്യങ്ങളോ ഒക്കെയായിരുന്നു വിതരണം ചെയ്തത്. എന്നാൽ അവിടെ ഓടിക്കൂടിയ ജനങ്ങൾക്ക് നേരെ അതിക്രൂരമായി നിറയൊഴിക്കുകയാണ് അന്ന് ഇസ്രായേൽ സൈന്യം ചെയ്തത്. 118 പേരാണ് ഒരൊറ്റ ആക്രമണത്തിൽ അവിടെ പിടഞ്ഞു മരിച്ചത്. 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമുയർന്നു. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന മുറവിളികൾ ആഗോള തലത്തിൽ തന്നെ ഉയർന്നു. ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളുമായി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം അന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ പുതിയ മാതൃക കാണിച്ചു കൊടുത്തു. ആദ്യം ഇസ്രായേലുമായുള്ള ആയുധ ഇടപാട് നിർത്തിവെച്ചു. പിന്നാലെ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിച്ചു. ഇസ്രായേലിലെ തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. തങ്ങളുടെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമായിട്ടും ഇസ്രായേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെക്കുകയും ചെയ്തു അവർ. കൊളംബിയ എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. ഇസ്രായേലിന്റെ നരനായാട്ടിനും യുദ്ധവെറിക്കുമെതിരെ ശിക്ഷാ നടപടികൾക്ക് ചുക്കാൻ പിടിച്ച നേതാവിന്റെ പേര് ഗുസ്താവോ പെട്രോയും. പെട്രോ ഇപ്പോൾ ലോകമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. യുഎന്നിൽ ഇസ്രായേലിനെതിരെ നടത്തിയ തീപ്പൊരി പ്രസംഗത്തിലൂടെ. ന്യൂയോർക്കിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്ത് ആൾക്കൂട്ടത്തിലിറങ്ങാൻ കാണിച്ച നിശ്ചയദാർഢ്യത്തിലൂടെ. അതിന്റെ പേരിൽ US ഏർപ്പെടുത്തിയ വിസ വിലക്കിനെ പുച്ഛിച്ചു തള്ളിയ ചങ്കൂറ്റത്തിലൂടെ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഫലസ്തീൻ പ്രേമം പൊട്ടിമുളച്ചയാളല്ല ഗുസ്താവോ പെട്രോ. ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ ഉയരുന്ന ജനരോഷം ഭയന്ന് നിലപാട് മാറ്റിയ ഫലസ്തീൻ ഐക്യദാർഢ്യ നാടകക്കാരനുമല്ല. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ കടുത്ത ഭാഷയിൽ നിർത്താതെ സംസാരിക്കുന്നുണ്ട് പെട്രോ. ഫലസ്തീനികളുടെ തീരാ ദുരിതങ്ങളിൽ നിന്ന് ലോക നേതാക്കൾ സൗകര്യപൂർവ്വം കണ്ണു തിരിച്ചപ്പോഴെല്ലാം അവരെ ഗസയെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. വെറും വാചക കസർത്തുകളുമായി സേഫ് സോൺ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കളെ മാതൃകയാക്കാതെ ഇസ്രായേലിനെതിരെ നേരിട്ട് നടപടികൾ സ്വീകരിച്ചും അദ്ദേഹം വേറിട്ടു നിന്നു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പെട്രോയെക്കുറിച്ച് പറയും മുൻപ് ഒരു കാര്യം അറിയണം. 1950-കളിൽ തന്നെ ഫലസ്തീൻ മണ്ണിലെ ജൂതരാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ്. വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കൊളംബിയ. അന്ന് തന്നെ ബൊഗോട്ടയിലും ടെലവീവിലും ഇരു രാജ്യങ്ങളുടെയും എംബസികൾ തുറക്കുന്നുണ്ട്. 1988-ൽ ഇസ്രായേലും കൊളംബിയയും തമ്മിൽ സുപ്രധാനമായൊരു വ്യാപാര കരാറിലും പിന്നാലെ പ്രതിരോധ സഹകരണ കരാറിലും ഒപ്പുവെക്കുന്നു. ഇസ്രായേലിൽ നിന്ന് കൊളംബിയയിലേക്ക് പ്രതിരോധ സാമഗ്രികളും ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും മെഷീനുകളും ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ ഉപകരണങ്ങളും എല്ലാം ഒഴുകുന്നത് ഇതിന് പിന്നാലെയാണ്. കൽക്കരിയും കാപ്പിയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയും ചോക്ലേറ്റും എല്ലാമാണ് പകരമായി കൊളംബിയ ഇസ്രായേലിന് തിരിച്ചു കൊടുത്തത്. കൊളംബിയൻ സൈനികർക്ക് ഇസ്രായേൽ സൈന്യം പരിശീലനം നൽകുന്ന തരത്തിലേക്ക് അവർ തമ്മിലുള്ള ബന്ധം വളരുന്നുണ്ട്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും മിസൈൽ ടെക്നോളജിയുമെല്ലാം കൊളംബിയ സ്വന്തമാക്കുന്നു. കൊളംബിയയുടെ പ്രതിരോധവും സുരക്ഷയും ഇസ്രായേലിന്റെ കരങ്ങളിലാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. 2012-ൽ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാൻ യുഎന്നിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ വിട്ടുനിന്ന രാജ്യമാണ് കൊളംബിയ. 2017-ൽ ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിച്ച US തീരുമാനത്തിനെതിരെ നടന്ന വോട്ടെടുപ്പിൽ നിന്നും അവർ വിട്ടുനിന്നു. ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യവുമാണ് കൊളംബിയ. അങ്ങനെ ഇസ്രായേലുമായി പതിറ്റാണ്ടുകളുടെ ഗാഢ സൗഹൃദം സൂക്ഷിക്കുന്ന അവരുടെ ഉറ്റ സഖ്യകക്ഷിയായ ഒരു രാജ്യത്തിന്റെ തലപ്പ് തിരുന്നാണ് ഗുസ്താവോ പെട്രോ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത്. ഇസ്രായേലിന്റെ ഒരു പ്രതിരോധ സഹായവും സൈനിക ബന്ധവും തങ്ങൾക്ക് വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. അയാളൊരു വിപ്ലവകാരിയാണെന്ന് പറയാൻ ഇതിലും മീതെ വേറെന്ത് വേണം? അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലുള്ള എതിർപ്പുകളും പ്രത്യാഘാതങ്ങളും അദ്ദേഹത്തെ ഒട്ടും അലട്ടിയതേയില്ല. 2023 ഒക്ടോബർ 7-ന് ഗസയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ രൂക്ഷമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് പെട്രോ. ഒരുപക്ഷെ ആ സമയത്ത് ഇസ്രായേലിനെതിരെ അത്രയും ശക്തമായി പ്രതികരിക്കുന്ന അപൂർവം ലോക നേതാക്കളിൽ ഒരാൾ. ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഗസയിലെ സ്ഥിതിഗതികൾ മാറി മറിയുന്നതിന്റെ ഒരു സൂചനയും അന്നുണ്ടായിരുന്നില്ലെന്നും ഓർക്കണം. ഇസ്രായേൽ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്കും സ്വസ്ഥമായി ഉറങ്ങാനാകണമെന്നാണ് പെട്രോ അന്ന് വ്യക്തമാക്കിയത്. യുദ്ധത്തിലൂടെ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ് ഭീകരത. അത് കൊളംബിയയിലായാലും ഫലസ്തീനിലായാലും അങ്ങനെ തന്നെ. ഗസയെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കാനാണ് നീക്കം നടക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധമായ കുറ്റകൃത്യം കൂടിയാണത് എന്നെല്ലാം തുറന്നടിക്കുന്നുണ്ട് പെട്രോ. ഈ പരാമർശങ്ങൾ ഇസ്രായേലിനെ ചോടിപ്പിച്ചു. കൊളംബിയൻ സ്ഥാനപതിയെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചു. ഇസ്രായേൽ നേതാക്കൾ കൊളംബിയക്കെതിരെ ഭീഷണികൾ മുഴക്കി.
എന്നാൽ ആ ഭീഷണികൾക്ക് മുന്നിലൊന്നും പെട്രോ മുട്ടുമടക്കിയില്ല. പകരം സ്വരം ഒന്നുകൂടി കടുപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നാസികൾ ജൂതന്മാരോട് ചെയ്തതാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസക്കാരോട് ചെയ്യുന്നതെന്ന് പെട്രോ തുറന്നടിച്ചു. ലോകത്തെ ജനാധിപത്യ സമൂഹം ഈ നാസിസം അനുവദിച്ചു തരില്ല. ഹോളോകോസ്റ്റ് ആയിരിക്കും ഇതിന്റെ അവസാനം സംഭവിക്കുന്നതെന്നുമെല്ലാം ആഞ്ഞടിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നാലെ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോകുകയാണെന്ന് പെട്രോ പ്രഖ്യാപിക്കുന്നു. ബൊഗോട്ടയിലുള്ള ഇസ്രായേൽ അംബാസഡറോട് ഉടൻ തന്നെ രാജ്യം വിടാൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേലുമായുള്ള ആയുധ ഇടപാട് നിർത്തലാക്കുന്നു. കൽക്കരി കയറ്റുമതി തടയുന്നു. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനെതിരെ ഒരു രാജ്യവും ഒരു ഭരണാധികാരിയും ധൈര്യപ്പെടാത്ത നടപടികളിലേക്ക് കടക്കാൻ പെട്രോ ആരെയും ഭയന്നില്ല. ഇസ്രായേലിന്റെ മൊത്തം കൽക്കരി ഇറക്കുമതിയുടെ പകുതിയിലേറെയും കൊളംബിയയിൽ നിന്നാണ് വരുന്നതെന്ന് ഓർക്കണം. $450 മില്യൺ കൽക്കരിയായിരുന്നു ആ വർഷം ഇസ്രായേൽ പെട്രോയുടെ രാജ്യത്ത് നിന്ന് വാങ്ങിയിരുന്നത്. ഇസ്രായേലിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള സ്ഥൈര്യവും നിശ്ചയദാർഢ്യവും പെട്രോയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന സംശയം നിങ്ങൾക്കുമുണ്ടാകാം. അതിനുത്തരം ലഭിക്കാൻ അധികം ദൂരം സഞ്ചരിക്കേണ്ടതില്ല. 1980കളിൽ പെട്രോ സജീവാംഗമായിരുന്ന കൊളംബിയൻ ഗറില്ല സംഘം 19th ഏപ്രിൽ മൂവ്മെന്റ് ആണ് ഉത്തരം. 1970 ഏപ്രിൽ 19 നടന്ന കൊളംബിയൻ പൊതു തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയിൽ അണപൊട്ടിയ പ്രതിഷേധങ്ങൾ രൂപം നൽകിയ ഒളിപ്പോർ സംഘമാണ് M19. കൊളംബിയയിൽ ജനാധിപത്യം കൊണ്ടുവരിക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. യുറുഗ്വയിലെ തുപമാരോസും അർജന്റീനയിലെ മോണ്ടോനെറോസുമായിരുന്നു അവരുടെ പ്രചോദനം. M19ഉം ഫലസ്തീനും തമ്മിലെന്ത് ബന്ധമെന്നാകും അപ്പോൾ നിങ്ങളുടെ ചോദ്യം. അതേക്കുറിച്ച് പെട്രോ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. താൻ എന്തിനാണ് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഒരേ വേരുകളിൽ നിന്ന് പടർന്നവരാണ് ഞങ്ങൾ എന്നതാണ് അതിനുത്തരമെന്നാണ് ഒരിക്കൽ അദ്ദേഹം വെളിപ്പെടുത്തിയത്. സ്വന്തം മണ്ണിന് വേണ്ടിയുള്ള അറബികളുടെ പോരാട്ടത്തിൽ സഖ്യകക്ഷികളായിരുന്നു ഞങ്ങൾ. ലിബിയയുടെ സഹാറ മരുഭൂമിയിൽ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനമായ PLOയുടെ പോരാളികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് സൈനികാഭ്യാസവും പരിശീലനവും നടത്തിയ ചരിത്രം M19 ഉണ്ടെന്നാണ് പെട്രോ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് തങ്ങളും പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനിയും പ്രസംഗിച്ചിരിക്കാൻ നേരമില്ല, നേരിട്ട് പോരാട്ടത്തിനിറങ്ങാനുള്ള സമയമായെന്നാണ് കഴിഞ്ഞ ദിവസം UN നടത്തിയ ഏറെ ചർച്ചയായ പ്രസംഗത്തിൽ പെട്രോ വ്യക്തമാക്കിയത്. സമാന മനസ്കരായ രാജ്യങ്ങൾ ചേർന്ന് ആഗോള സേനയ്ക്ക് രൂപം നൽകണം. ഫലസ്തീന്റെ മോചനമായിരിക്കണം ആ സൈന്യത്തിന്റെ പ്രഥമ ദൗത്യമെന്നൊരു ആഹ്വാനം നടത്തിയ അദ്ദേഹം ഫലസ്തീന്റെ വിമോചനത്തിനായി പോരാടാൻ സന്നദ്ധരായ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന പോരാളികളെ കൊളംബിയയിൽ സംഘടിപ്പിക്കും. ആവശ്യമെങ്കിൽ അവർക്കൊപ്പം താനും പോരാട്ടത്തിനിറങ്ങും. അതിനൊരാളെയും താൻ ഭയക്കുന്നില്ലെന്നും UN പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു പെട്രോ. ഫലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ നിലപാടിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് പെട്രോ. ഭീകരവാദ ബന്ധം ആരോപിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടുന്നു. കൊളംബിയയിലെ പ്രതിപക്ഷം ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അധിക്ഷേപത്തിന് ഇരയാകുന്നു. പ്രതിരോധ വൃത്തങ്ങൾ വരെ എതിർപ്പ് പരസ്യമാക്കുന്നു. എന്തിന് സോക്കോൾ ലിബറലുകൾ പോലും അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നു. 2026 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഫലസ്തീൻ അനുകൂല നിലപാടിന്റെ പേരിൽ തീവ്ര വലതുപക്ഷം നടത്തുന്ന കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടേക്കാം. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ അലട്ടുന്നേയില്ല. ഫലസ്തീനികളുടെ ജീവനിലും വലുതല്ല, അവരുടെ മനുഷ്യാവകാശത്തിന് മീതെയല്ല തന്റെ രാഷ്ട്രീയ നിലനിൽപ്പെന്നാണ് പെട്രോയ്ക്ക് പറയാനുള്ളത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അന്നും ഇന്നും എപ്പോഴും. ഗുസ്താവോ പെട്രോ ഫ്രാൻസിസ്കോ ഉറിഗോ എന്ന കൊളംബിയൻ ഭരണാധികാരി.